സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സാലറി പോസ്റ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സോ മാസ്റ്ററിൽ വരിക, ഇതിൽ ലെഡ്ജറിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സാലറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, സോ ഈ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എംപ്ലോയി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ ജസ്റ്റ് എംപ്ലോയി 3 എന്നുള്ളൊരു ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ വൺസ് നമ്മളിത് ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സിൽ പോവുക. നമുക്കൊന്നില്ലെങ്കിൽ ഒരു ജേർണൽ എൻട്രി, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പേയ്മെൻറ്റ് എൻട്രി എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു നോർമൽ ജേർണൽ എൻട്രി ആണെങ്കിൽ ജേർണലിൽ പോവുക. ഇതിൽ നമ്മൾ ജേർണലിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാലറി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെഡ്ജറും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എംപ്ലോയീൻ്റെ ലെഡ്ജറുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം എത്രയാണോ എമൗണ്ട് അതിവിടെ ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു 10,000 എന്നുള്ള എമൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പേയ്മെൻറ്റിലേക്ക് വരിക. ഒരു ന്യൂ പേയ്മെൻറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു എംപ്ലോയിയുടെ ലെഡ്ജർ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ എംപ്ലോയി 3 എന്നുള്ള ഒരു ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എത്രയാണ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ നിന്ന് ആഡ് ചെയ്യുക. സോ 10,000 ആണ് നമ്മൾ ജേർണൽ എൻട്രി ഇട്ടത്, 1,000 ആണ് നമ്മൾ അതിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് നറേഷൻ വേണമെങ്കിൽ അതിവിടെ കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സബ്മിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ റിപ്പോർട്ട്സിൻ്റെ സൈഡിൽ വരെ ഇവിടെ അക്കൗണ്ട്സിൽ പോയിട്ട് ലെഡ്ജർ ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എംപ്ലോയിയുടെ ലെഡ്ജർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം 10,000 ആയിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ 1,000 ഓൾറെഡി അഡ്വാൻസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 9,000 ബാലൻസ് എന്നുള്ള രീതിയിൽ ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ ജേർണൽ എൻട്രി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അഗെയിൻ വൗച്ചേഴ്സിൽ വരിക, ഈ ഒരു ജേർണലിൽ പോവുക. ഇനി ന്യൂ ജേർണലിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഡെബിറ്റ് സൈഡിൽ നേരത്തെ എംപ്ലോയി ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആ ഒരു ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് എത്രയാണോ അതും കൂടി ഇവിടെ ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്യുക. ഇനിയൊക്കെ നമ്മൾ റിപ്പോർട്ടിൻ്റെ സൈഡിലൊന്ന് വരിക. ഇവിടെ അക്കൗണ്ട്സിൽ പോയിട്ട് ലെഡ്ജർ ഡീറ്റെയിൽസിൽ അഗെയിൻ ആ ഒരു എംപ്ലോയിയുടെ ലെഡ്ജർ ഒന്ന് സെലക്ട് ചെയ്യുക. സോ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ബാലൻസ് അഗെയിൻ നമ്മളൊരു 1,000 അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്ത ആ ഒരു ജേർണൽ എൻട്രി ചെയ്തതിന് ശേഷം നമുക്കിവിടെ 8,000 ഇനിയും സാലറി കൊടുക്കാനുള്ളതായിട്ട് ബാലൻസ് വന്നിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് സാലറി പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പറയാനുള്ളത്.